അയ്യപ്പ ശരണം ശരണമെന്തയ്യപ്പ ശബരിമലൈവാസ ശരണമെന്തയ്യപ്പ അയ്യപ്പ ശരണം ശരണമെന്തയ്യപ്പ ശബരിമലൈവാസ ശരണമെന്തയ്യപ്പ സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം അയ്യപ്പ ശരണം സ്വാമി ശരണം. ഭയങ്കര ഒരു എനർജി ഉണ്ടാക്കുന്ന പാട്ടാണ്. സിനിമാ ഗാനങ്ങളിലേക്ക് കിടക്കാം. ജയമാഷ് ആദ്യമായിട്ട് ചെയ്ത സിനിമ ഏതായിരുന്നു? ആദ്യമായിട്ട് ചെയ്തത് നമ്മുടെ പി.എ. തോമസിന്റെ ഭൂമിയിലെ മാലാഖ. ഏത് വർഷമാണെന്ന് ഓർമ്മയുണ്ടോ? എനിക്ക് തോന്നുന്നു 1964 ആ സിനിമ പുറത്തു വന്നായിരുന്നോ? പുറത്തു വന്നു. അതെ. ഓ, ഇവിടെ ഇപ്പോൾ ടെലിവിഷനിൽ കാണിച്ചായിരുന്നു. ഒരു വർഷം. അതിലത്തെ പാട്ട് ഏതായിരുന്നു മാഷെ? ദയവായിട്ട് പാട്ട് ഓർമ്മയില്ല. കാരണം ഞങ്ങളും ജോബാൻ ജോർജും എന്ന് പറഞ്ഞ രണ്ടുപേരും കൂടി ചേർന്നാണ് പാട്ട് ചെയ്തത്. ഞങ്ങൾ ട്യൂൺ ചെയ്തു, അവിടെ വെച്ച് പാട്ട് എല്ലാം റെക്കോർഡ് ചെയ്ത് അവരുടെ കയ്യിൽ കൊടുത്തു. ഞങ്ങൾക്ക് ഒരുപാട് കച്ചേരിയുള്ള ഒരു സീസണായിരുന്നു, അത് ഡിസംബർ സീസണിലായിരുന്നു. അപ്പോൾ ഞങ്ങൾ കച്ചേരിക്ക് പോയി, ഇവരത് പാടി റെക്കോർഡ് ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ. പാടിയതാരായിരുന്നു? പാടിയത് എസ് ജാനകിയാണ് പാടിയിരിക്കുന്നത്. അതെ അതെ. അപ്പം അങ്ങനെ അത് റെക്കോർഡ് ചെയ്തായിരുന്നു. മാഷയുടെ എനിക്ക് തോന്നുന്നു ഫേമസ് ആയത് മറ്റേ ബ്രഹ്മമുഹൂർത്തത്തിൽ എന്ന ഗാനമാണെന്ന് തോന്നുന്നു. അത് ബിച്ചു തിരുമല എഴുതിയാണ് ആ സിനിമ. പക്ഷേ പുറത്തു വന്നില്ല, പക്ഷെ പാട്ട് വളരെ ഫേമസ് ആയി. അത് CRK നായർ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹം ഉണ്ടായിരുന്നു, ഫിലിം ചേംബർ പ്രസിഡൻ്റൊക്കെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പടമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഞങ്ങളുമായിട്ടൊക്കെ പരിചയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിനൊരു സന്തോഷം തോന്നി, ഞങ്ങളെ കൊണ്ട് തന്നെ മ്യൂസിക് ചെയ്യിക്കാമെന്ന്. അങ്ങനെ അത് ചെയ്യിച്ചായിരുന്നു. അതിലെ പാട്ടാണ് ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖി. അത് ഇപ്പോഴത്തെ ജനറേഷനൊന്നും ചിലപ്പോൾ ഒരുപക്ഷെ അറിയില്ലായിരിക്കാം. ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രാണസഖി പല്ലവി പാടിയ നേരം ഗുരുഗുഹദാസൻ ദീക്ഷിതരെഴുതിയ ചരണം പാടിയ നേരം നിൻ സ്വരസുതയിലെ ശ്രുതിലയമായി ഞാൻ നിന്നിലൊതുങ്ങി പോയി ബ്രഹ്മമുഹൂർത്തത്തിൽ. ഈ പാട്ട് വരികൾ ട്യൂൺ ചെയ്തതാണ് അല്ലേ? ആ വരികൾ ട്യൂൺ ചെയ്ത അല്ലേ? ആദ്യം ബിച്ചു തിരുമല വരികൾ എഴുതി. എനിക്ക് തോന്നുന്നു ബിച്ചു തിരുമലയുടെ ഫസ്റ്റ് മൂവി ആയിരുന്നു ഇത്. അത് ഫസ്റ്റ് മൂവി ആയിരുന്നു. പിന്നെ തെരുവിഗീതം വന്നു. തെരുവിഗീതം ഇതുപോലെ ഒരു 10,000 അടി എടുത്തപ്പോൾ നിന്നുപോയി. അതിനകത്തെ പാട്ട് ഇതറിയാമല്ലോ, ഹൃദയം ദേവാലയം. അത് വളരെ ഫേമസ് ആയി. അത് സത്യൻ മാസ്റ്ററാണ് അതിൻ്റെ ഞങ്ങൾക്ക് ആ പടം വാങ്ങിച്ചു തരാനും വേണ്ടി വളരെയധികം പ്രയത്നിച്ച ആളാണ്. ഞങ്ങൾ വലിയ സ്നേഹിതന്മാരായിരുന്നു ആ കാലത്ത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പടം ഞാൻ എങ്ങനെയായാലും നിങ്ങൾക്ക് വാങ്ങിച്ചു തരും. അദ്ദേഹത്തിൻ്റെ വീട്ടിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് ക്ലാസിക്കൽ മ്യൂസിക്കിൽ നമ്മുടെ ഇതൊക്കെ ഉള്ളു, പിപരേ രാമരസം, അതൊക്കെ വലിയ ഇഷ്ടമായിരുന്നു. അത് ബാലമുരളീകൃഷ്ണനായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അപ്പോൾ അതൊക്കെ പാടാൻ പറയും. അങ്ങനെ വലിയൊരു സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നു. ആ കാലത്തായിരുന്നു ഈ സഹദേവൻ എന്ന് പറഞ്ഞ ഒരാളെ ഇതിൻ്റെ ഡയറക്ടർ. അങ്ങനെ അദ്ദേഹം എടുക്കുന്ന കാര്യത്ത് ഞങ്ങൾക്ക് ആ പടത്തിൻ്റെ സംഗീത സംവിധാന ചുമതല വാങ്ങിച്ചു തന്നു. ബ്രഹ്മമുഹൂർത്തത്തിൽ ആ സിനിമയിൽ വേറെ ഗാനങ്ങളുണ്ടായിരുന്നോ? അതിൻ്റെ വേറെ ഉണ്ടായിരുന്നു. ഈ വലജി എന്നുള്ളൊരു വർണ്ണം ഉണ്ടല്ലോ, ആ വർണ്ണത്തെ വേറെ സാഹിത്യമായിട്ട് അതിന് നട്ടുവാങ്കൊക്കെ അതിൻ്റെ ജതികളൊക്കെ ആയിട്ട് ഡാൻസിന് വേണ്ടി ഒരുക്കിയായിരുന്നു. അതും പാടി അത് എടുത്തായിരുന്നു. നമ്മുടെ വലയപ്പെട്ടിയൊക്കെ എന്നത് വായിച്ചിട്ടുണ്ട്. തിരുവിട ജയശങ്കർ നാസരം വായിച്ചിട്ടുണ്ട്. അങ്ങനെ എടുത്തായിരുന്നു. എടുത്തു കഴിഞ്ഞ് പിന്നെ പടം നടന്നില്ല. അദ്ദേഹത്തിന് പിന്നെ ഹാർട്ട് അറ്റാക്കിൻ്റെ ഇതൊക്കെ വന്നു. അങ്ങനെയാണ് മരിക്കുന്നത്. മറ്റേത് തെരുവുഗീതം എന്ന് പറയുന്ന KS ഗോപാലകൃഷ്ണൻ ഡയറക്റ്റ് ചെയ്തതാണ്. ആ ഗാനം ഒന്ന് കേൾക്കാം നമുക്കല്ലേ? ഹൃദയം ദേവാലയം, ഹൃദയം ദേവാലയം, പോയ വസന്തം നിറമാല ചാർത്തും ആരണ്യ ദേവാലയം, ഹൃദയം ദേവാലയം. ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ടിവിടെ. ആന
ആനകളില്ലാതെ അമ്പാരിയില്ലാതെ ആറാട്ടു നടക്കാറുണ്ടിവിടെ, ദുഃഖങ്ങൾ മുഴുക്കാപ്പു ചാർത്താറുണ്ടിവിടെ. ഇത് ശരിക്കും ശ്രുതി ഇതിന് മേലെയാണ് അല്ലേ? ഇതിന് മേലെയാണ് ശ്രുതി. യേശുദാസായിരുന്നു പാടിയത്. അതേ പാടിയിട്ടുള്ള പാട്ടാണ് അതൊക്കെ. വളരെ നന്നായിട്ട് പാടുന്നു. അതിലത്തെ മറ്റേ പാട്ട് ഏതായിരുന്നു പറഞ്ഞ? ഈശ്വരന് വീട്, ഈശ്വരന് വീട്, ഈശ്വരഹള്ള യഹോവയുടെ ഈ യുഗഭൂമിയിൽ ഈശ്വരനെവിടെ, എവിടെ ഈശ്വരനെവിടെ? വിളിച്ചു പാടുന്ന പാട്ട് നമ്മൾ പാടിയിരുന്ന മറ്റേ അത് യേശുദാസ പാടിയിരിക്കുന്നു. വേറെ 3-4 പാട്ടുകൂടെ അതിനകത്തുണ്ട്. അതെല്ലാം ഒന്ന് നമ്മൾ വാണിജ്യറാൻ പാടി, അതൊരു ആടുന്നുണ്ടാടുന്നുണ്ടെന്നൊരു പാട്ട്. മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നക്ഷത്ര ദീപങ്ങളാണെന്ന് തോന്നുന്നു അല്ലേ? നമ്മുടെ നിറകുടം പടത്തിലാവുന്നത്. നിറകുടം പടത്തിലെ പാട്ട് അതിനകത്തൊരു വലിയ കഥ തന്നെയുണ്ട്. കാരണം ഈ ബിച്ചു തിരുമല അന്ന് പാട്ടെഴുതുന്നുള്ളത് വളരെ പേർക്ക് അറിയാൻ പാടില്ല. അദ്ദേഹം ഈ ശബരിമല ധർമ്മശാസ്ത്ര എന്ന പടത്തിന് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നിരിക്കുകയായിരുന്നു. ശരി. അപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് നമ്മുടെ രഘുവൊക്കെ ഉള്ള കാലമാണ്, എം കൃഷ്ണനായ ഡയറക്ഷൻ. അപ്പോൾ ഇതിന് വന്നിരിക്കുന്ന കാലത്ത് ഇദ്ദേഹത്തെ കൂടുതൽ പരിചയപ്പെട്ടപ്പോൾ ഞങ്ങളുടെ റൂമിലൊക്കെ വരുമായിരുന്നു. അങ്ങനെ ഒരിക്കൽ മൈലാപ്പൂർ തെക്കുമാട വീതിയിലുള്ള ഒരു ലോഡ്ജുണ്ട്, കൃഷ്ണ ലോഡ്ജ്, അവിടെ വന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഡയറി ഉണ്ടായിരുന്നു ബിജുവിൻ്റെ കയ്യിൽ. ആ ഡയറി അവിടെ വെച്ചിട്ട് ഞാൻ ഈ കപാലീശ്വര ടെമ്പിളൊന്ന് പോയിട്ട് വരാം, ഇതുകൂടി ഇരിക്കട്ടെന്ന് പറയും. അപ്പോൾ ഇയാൾ പോയ ഉടനെ ഞങ്ങളത് ഡയറി എടുത്ത് മറിച്ച് നോക്കിയപ്പോഴത്തേന് നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി, നവരാത്രി മണ്ഡപം ഒരുങ്ങി. ഈ പാട്ട് അതിൻ്റെ ഇടയ്ക്ക് ചെമ്പട താളത്തിൽ ചെമ്പൈ വായ്പാട്ട് പാടിയൊന്നുമില്ല, ആ വരി വന്നു. അപ്പം ഞങ്ങൾ ചെമ്പയോട് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലവുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അത് വളരെ ഹൃദ്യമായിട്ട് തോന്നി. അതിൻ്റെ ഇടയ്ക്ക് മൃദംഗത്തിൽ പാലക്കാട്ട് മണി വരുന്നുണ്ട്, ചൗടയ്യ വരുന്നുണ്ട്. ഇത് ഫസ്റ്റ്. അപ്പം പുള്ളിക്കത് എഴുതാനുള്ള ഇൻസ്പിറേഷൻ എന്തായിരുന്നു? എഴുതി വെച്ചിരിക്കുകയായിരുന്നു, വെറുതെ എഴുതി വെച്ചത്. അതെ. അപ്പോൾ ഭീംസിംഗിൻ്റെ പടം നടന്നുകൊണ്ടിരിക്കുന്ന കാലമായിരുന്നു. അപ്പം നിറകുടത്തിലെ മ്യൂസിക് ഡയറക്ഷൻ ഞങ്ങൾക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ ഇടയ്ക്ക് ഇതിൻ്റെ ഒരു പാട്ട് വേണ്ടായിരുന്നു. കാരണം അന്ന് ഭാഗപ്പിരവിനൈ എന്ന പടത്തിൻ്റെ റീമേക്കായിരുന്നു ഇതേ. അപ്പോൾ അതിൻ്റെ അകത്ത് പൊങ്കൽ വിഴയാണ് കാണിച്ചിരിക്കുന്നത്, ഒരു ഡാൻസും മേളമൊക്കെ ഉള്ള ഒരു. അപ്പം ഇവിടെ കേരളത്തിൽ പടം റിലീസ് ചെയ്യുമ്പോൾ പൊങ്കൽ വിഴ കാണിക്കുന്ന ഒരു പ്രധാനമല്ല, അത് വേണ്ടാന്ന് വെച്ചിട്ട് നവരാത്രി വിഴ നമുക്ക് കാണിക്കാമെന്ന് പറഞ്ഞ് ഭീംസിംഗ് ഡയറക്ഷനല്ല അദ്ദേഹത്തിൻ്റെ തീരുമാനം. അപ്പം ഞങ്ങൾക്ക് ഈ പാട്ട് കിട്ടുകയും ചെയ്തു. അപ്പോൾ ദൈവാധീനത്തിന് ഞങ്ങൾ അതിൻ്റെ തലേ ദിവസം, ഈ പാട്ട് റെക്കോർഡിങ്ങിൻ്റെ തലേ ദിവസം ഞങ്ങൾ കോയമ്പത്തൂരാണ്, ചെമ്പയുടെ കൂടെ പാടാൻ പോയിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം, ഞങ്ങളുടെ കച്ചേരി ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ കച്ചേരി കഴിഞ്ഞ് കുറച്ച് നേരം ഞങ്ങൾ പാടുന്നുണ്ട്. അപ്പോൾ ഈ പാട്ട് നവരാത്രി മണ്ഡലത്തിലെ ഉത്സവമായിരുന്നു അവിടെ. ഇതങ്ങ് പാടി അദ്ദേഹം ഈ പാട്ട് കേട്ടു ഭയങ്കര ഓഡിയൻസ് എല്ലാം ഭയങ്കരമായിട്ട് കൈയടിച്ച്. അത് കഴിഞ്ഞായിരുന്നു റെക്കോർഡിങ് പിറ്റേ ദിവസം. അത് ശരി. ജെമിനി സ്റ്റുഡിയോ വെച്ച് ആദ്യം വേദിയിൽ പാടി കഴിഞ്ഞാൽ പാടി ആളുകൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് കഴിഞ്ഞ് ചെമ്പയും അതിനെപ്പറ്റി 2 വാക്കൊക്കെ പറഞ്ഞന്ന്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞങ്ങൾ സ്റ്റുഡിയോയിലെത്തി. ഉച്ച കഴിഞ്ഞായിരുന്നു റെക്കോർഡിങ്. അപ്പോൾ കോടീശ്വര റാവു ആയിരുന്നു റെക്കോർഡിങ്, ജെമിനി സ്റ്റുഡിയോ. അദ്ദേഹത്തെ പോലെ ഒരു അല്ലേ റെക്കോർഡിങ്, അതെ വലിയ ഫേമസ് മാൻ. അപ്പോൾ അദ്ദേഹത്തിന് ഈ പാട്ട് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നി. അപ്പോൾ ഈ പാട്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ യേശുദാസിൻ്റെ വീട്ടിലത് ഞങ്ങൾക്ക് പ്രഭയും അതുപോലെ ജയമ്മയും ഒക്കെ ഞങ്ങൾ പാട്ട് പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, സംഗീതം. അപ്പോൾ ഈ പാട്ട് അദ്ദേഹത്തെ കൊണ്ട് ആളെ പാടിക്കുന്നുണ്ട്, അതായത് യേശുദാസിനോട് പാടിക്കേണ്ട പാട്ടാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇദ്ദേഹത്തിന് അന്ന് ഒരുപാട് പ്രോഗ്രാം ഉണ്ട്, അദ്ദേഹം ഫ്ലൈറ്റിന് പോകും. ഉടനെ ഞങ്ങൾ യേശുദാസിൻ്റെ കൂടെ തന്നെ കാറിൽ കയറും, ഫ്ലൈറ്റ് അവിടെ എയർപോർട്ടിൽ എത്തുന്നവരെ ഇത് പാടിക്കൊടുക്കുകയാണ്. ഇത് 2-3 ഘട്ടമുണ്ടല്ലോ, 2-3 രാഗമല്ല, കുറച്ച് ദൈർഘ്യമുള്ള പാട്ടല്ലേ. അപ്പോൾ ഒന്ന് പഠിപ്പിച്ചെടുക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള പരിപാടി. അപ്പോൾ അതൊക്കെ യേശുദാസ് അനുവദിക്കായിരുന്നു, എൻ്റെ കൂടെ കയറിക്കുക, നമുക്ക് അവിടെ വരെ പാടി നോക്കാമെന്ന് പറയും. അങ്ങനെയാണ് അത് പാടിച്ചെടുത്ത്. അങ്ങനെ പിന്നെ ഭീംസിംഗിനെ വീട്ടിൽ വെച്ച് ആ പാട്ട് പാടി കേൾപ്പി, അതൊക്കെ അതിന് മുമ്പ് കഴിഞ്ഞതാണ്. അപ്പോൾ അദ്ദേഹം അംഗീകരിച്ചു, നമുക്ക് നവരാത്രിയുടെ ആ പാട്ട് ഇത് തന്നെ ആക്കാം, അതുമല്ല യേശുദാസ് തന്നെ ഇത് പാടി അഭിനയിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ അത് നടന്നു. അങ്ങനെ ആ പാട്ട് വന്നത് അതിനൊരു ചരിത്രമുണ്ട്. തിരിച്ചുകൾ കോവിലിൽ വന്നപ്പോൾ തന്നെ ഞങ്ങൾ ഈ പാട്ട് ഇതുപോലെ പാടി കേൾപ്പിച്ചു. വാസ്തവത്തിൽ ബിജുവിൻ്റെ കണ്ണെല്ലാം നിറഞ്ഞു പോയി.
ഞാൻ മനസ്സിൽ വിചാരിച്ചു അതേ ആ രാഗു അതേ ഇതൊക്കെയാണ് നിങ്ങൾ ഇതിൻ്റെ അകത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. ശരി. ഓ അങ്ങനെ പറഞ്ഞു. വളരെ അങ്ങനെ ഒരു പാട്ട്, വലിയൊരു പാട്ടുണ്ടാകാൻ ഒരു അതെന്തോ ഒരു ഈശ്വര കാരുണ്യം. അതൊരു കപാലീശ്വര ക്ഷേത്രത്തിൽ ശിവനാണ്. ശിവപെരുമാളിന് നന്ദി പറയണം. നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപം ഒരുങ്ങി, നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപം ഒരുങ്ങി, രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ, രാജധാനി വീണ്ടും സ്വാതി തിരുനാളിൻ രാഗസുധാ സാഗരത്തിൽ നീരാടി, നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി നവരാത്രി മണ്ഡപം ഒരുങ്ങി. ഈ പാട്ട് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം ഏത് വേദികളിൽ പോയാലും ഇപ്പോഴും ചോദിക്കുന്ന ഒരു ഗാനം. ഈയിടെ അഹമ്മദാബാദിൽ പോയിരുന്നു, അവിടെ പോലും ഇത് പാട്ട് വീണ്ടും വീണ്ടും പാടാൻ പറഞ്ഞൊരു ഗാനമായിരുന്നു. ഒരുപാട് സ്ഥലത്ത് ഇപ്പം എല്ലാം യേശുദാസ് അവിടെ പോയി പാടിയാൽ അവിടെയൊക്കെ ചോദിക്കാറുണ്ട്. ഞാനും കച്ചേരി ചെയ്യുന്നതൊക്കെ ഇത് ഒരു തുണ്ട് വരാറുണ്ട്, നക്ഷത്രം പാടണമെന്ന്. ഇപ്പം നമ്മുടെ മയിൽപ്പീലി എന്നുള്ള കാസറ്റ് അറിയാമല്ലോ, ഒന്നും അറിയാമല്ലോ. അത് മുഴുവൻ സകല പാട്ടുകൾ ഹിറ്റാണ്. ഒരു കാസറ്റിലെ മുഴുവൻ പാട്ടുകൾ നന്നാകുക. അതേമാതിരി തന്നെ നമ്മൾ രണ്ടുപേരും ചെയ്ത രമേശ് നായരും ചൊവ്വലൂർ കൃഷ്ണൻകുട്ടിയാണ്. അല്ല, PC അരവിന്ദനും ചൊവ്വലൂർ കൃഷ്ണൻകുട്ടിയായിരുന്നു. അതെ, PC അല്ല ചൊവ്വലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഗണപതി പാട്ടുകള് മാഗ്ന സൗണ്ടാണ് ആ കാലത്ത് നമുക്ക്. അതിൽ കരുണ ചെയ്യുവാൻ ഞാൻ പാടിയിരുന്നു, മാഷ്ക്ക് ഓർമ്മയുണ്ടോ? അത് ഭയങ്കര ഹിറ്റായിരുന്നു. നമ്മളത് വളരെ അതിന്റെ ഇടയ്ക്കൊക്കെ കുറച്ച് ട്വിസ്റ്റൊക്കെ കൊടുത്ത്. അതെ, അതൊന്ന് പാടാമോ? തീർച്ചയായിട്ടും. കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ, കഴലിണ കൈ തൊഴുന്നേൻ കൃഷ്ണ, ജനമേ ജയൻ തന്നെയും ശ്രീമേൽപ്പത്തൂരിനെയും ശ്രീധനാം ചെമ്പൈ തന്നെയും തുണച്ച കാരുണ്യ സിന്ധോ, കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ, കഴലിണ കൈ തൊഴുന്നേൻ കൃഷ്ണ, കൃഷ്ണ, കൃഷ്ണ. ഇതെനിക്കുള്ള ശ്രുതിയല്ല, ചില കട്ടിയ. അപ്പൊ ഇതിൽ തന്നെ മറ്റേ മരതകവർണ്ണനിൻ ഗുരുവായൂരോമന കണ്ണനെ കാണാനിന്നെന്തു ഭംഗി, മരതകവർണ്ണനിൻ ഗുരുവായൂരോമന കണ്ണനെ കാണാനിന്നെന്തു ഭംഗി, ഒട്ടൊന്നൊരുങ്ങിയാൽ നല്ല ഭംഗി, ഇനിയൊന്നുമില്ലെങ്കിലും ഭംഗി തന്നെ, മരതകവർണ്ണനിൻ ഗുരുവായൂരോമന കണ്ണനെ കാണാനിന്നെന്തു ഭംഗി. നല്ല പാട്ടാണ്. ആ സുദർശനത്തിലെ എല്ലാം നല്ല പാട്ടുകളാണ്. അത് ഓർമ്മയില്ല, ഒരുപാട് നാളായില്ല. എത്രയോ ട്യൂൺ ഓർമ്മിക്കാൻ വലിയ കഷ്ടമാണ്. മാഷക്ക് പ്രത്യേകിച്ചും ആയിരക്കണക്കിന് ചെയ്തിട്ടില്ല. ആയിരക്കണക്കിന് ചെയ്തിട്ടുണ്ടേ. പിന്നെ ചൊവ്വലൂർ പാട്ട് ചെയ്തിട്ടുള്ള പാട്ടുകൾക്കെല്ലാം അതിനകത്ത് വളരെ ഭക്തിയാണ്. അദ്ദേഹം ഗുരുവായൂർ തന്നെയാണല്ലോ. അതെ, അദ്ദേഹത്തിൻ്റെ ആ ഗുരുവായൂരപ്പനോടുള്ള അചഞ്ചലമായ ഭക്തി. അതെ, അതാണ് പുള്ളി ആ വരികളെല്ലാം അങ്ങനെ നിറഞ്ഞെഴുതുന്നത്. അത് മിക്കവാറും അദ്ദേഹത്തിൻ്റെ ഈ രചന മുഴുവൻ ഞങ്ങൾ നിർവഹിക്കുന്നത് ആഞ്ഞം മാധവൻ നമ്പൂരി കിടന്ന് ഉറങ്ങി അവസാനം നിര്യാതനായ ആ കട്ടില്ല. ശരി, അവിടെ വെച്ച് അവിടെയാണ് കമ്പോസിങ്. അവിടെയാണ് കമ്പോസിങ്.
അവിടെ ഇരുന്ന് കമ്പോസ് ചെയ്യുക. ഇതിൻ്റെ ഒരു ചൈതന്യം ഉണ്ടാവും. എന്തോ അദ്ദേഹത്തിന് അതൊരു വിശ്വാസമാണ്. അവിടെ ഇരുന്ന് ചെയ്തിട്ടുള്ള ഒരുപാട് അതെല്ലാം ഹിറ്റായിട്ടുണ്ട്, അസാധ്യമായിട്ടുണ്ട്. അതോ വരികളൊക്കെ അസാധ്യമാണ്. അയ്യോ, മാഷ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട മാഷ് ചെയ്തൊരു ഗാനം ഡിവോഷണൽ ഏതാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട? ഞാനിപ്പോൾ ഒരു വാസ്തവത്തിൽ അയ്യപ്പ ഭക്തിഗാനം ചെയ്തിട്ടുണ്ട്, വളരെ പോപ്പുലർ ആയിട്ടുണ്ട്. എൻ്റെ കണ്ടു കൊതി തീർന്നില്ലയ്യ, തൊഴുതുമതിയായില്ലയ്യ, കണ്ടു കൊതി തീർന്നില്ലയ്യ, തൊഴുതുമതിയായില്ലയ്യ, വീണ്ടും ഒരു ജന്മം മണ്ണിൽ തന്നിടുമോ, എൻ്റെ ശബരിഗാന പാടുവാൻ വരമേകണേ. കണ്ടു കൊതി തീർന്നില്ലയ്യ, തൊഴുതുമതിയായില്ലയ്യ, കണ്ടു കൊതി തീർന്നില്ലയ്യ, തൊഴുതുമതിയായില്ലയ്യ, വീണ്ടും ഒരു ജന്മം മണ്ണിൽ തന്നിടുമോ, അന്ന് ശബരിഗാഥ പാടുവാൻ വരമേകണേ. ആരെഴുതിയത്? ഇത് എഴുതിയത് നമ്മുടെ സന്തോഷ് വർമ്മ. വേറെ ഏതാണ് മാഷ്ക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഗാനങ്ങൾ? നമ്മുടെ ഈ വണ്ടിപ്പെരിയാറും മേടും നടപ്പാതയാക്കിയെന്നൊരു പാട്ടുണ്ട്. അതെങ്ങനെയാണെന്നൊരു വണ്ടിപ്പെരിയാറിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കോഴിക്കാനം വഴി നടന്ന് 3.5 മൈൽ ഇറങ്ങിയിട്ട് നമ്മൾ സന്നിധാനം ചൊല്ലും. അങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വഴിയെ കൂടെ പോയപ്പോഴത്തേന് അന്ന് ബിജു തിരുമ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പാട്ട് നമുക്കൊന്ന് എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പാട്ട് എഴുതി. അതുപോലെ 18 പടിയേറി അങ്ങനെ നിന്നും പറഞ്ഞിട്ടില്ല, അത് തമിഴിലൊക്കെ വന്നിട്ടുണ്ട്. 18 പടി കയറി തിരുമുന്നിൽ നിന്നു, അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് ഇതുപോലെ സ്വാമിയേ ശരണമെന്നൻ മനം നിറഞ്ഞു അയ്യപ്പ, 18 പടിയേറി തിരുമുന്നിൽ നിന്നു. അത് വളരെ പ്രസിദ്ധ പാട്ടാണ്.